أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله على إحسانه والشكر له على توفيقه وامتنانه وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشانه وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه أما بعد أعوذ بالله من الشيطان الرجيم الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب മാന സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സയ്യിദ് ഷുറൈമ ചർച്ചക്കെടുത്ത വിഷയം റാഹത്തുൽ ബാലി എന്ന ഒരു സബ്ജക്റ്റാണ്. അതുപോലെ മദീനയിൽ ഡോക്ടർ അഹമ്മദ് താലിബ് ഇബ്നു ഹുമയ്യിദ് സംസാരിച്ച വിഷയം സന്ദർഭോചിതമായിട്ട് മുഹറം, തസ്വാ, ആശുറ നോമ്പിനെക്കുറിച്ചും മുഹറം മാസത്തെക്കുറിച്ചുമാണ്. അതെ, നമുക്ക് മക്ക ഇമാമിൻ്റെ സംസാരത്തിലേക്ക് അല്പം നീങ്ങിയതിൻ്റെ ശേഷം മദീന ഇമാമിൻ്റെ വിശദീകരണം കേൾക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മക്ക ഇമാമ് ഇന്ന് സംസാരിച്ചപ്പോൾ തുടക്കത്തിൽ തന്നെ അദ്ദേഹം മനുഷ്യൻ്റെ ഹൃദയത്തെക്കുറിച്ചും അവൻ്റെ ചുറ്റുപാടിനെക്കുറിച്ചും അവനിവിടെ നഖദിൻ്റെ ജീവിതം ജീവിക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതിനെക്കുറിച്ചും അവൻ ഏത് സമയത്തും പ്രയാസത്തിൽ അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ആ ചുറ്റുപാട് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒന്നാണ്. ഇവിടുത്തെ ജീവിത ശൈലി തന്നെ അങ്ങനെ തന്നെയാണ്. ഹിയൽ ഉമൂറു കമാ ഷാഹത്തുഹ ദുവലുൻ മൻസറഹു സമനുൻ സാഅത്തുഹു അസ്മാനു എന്ന് കവി പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ ഈ ലോകത്തെ ഞാൻ വീക്ഷിക്കുന്നത് ചേഞ്ചായിക്കൊണ്ടേ ഇരിക്കുന്നതായ ഒരു ലോകമായിട്ടാണ്. ദിവസങ്ങളായിട്ടാണ്, മാസങ്ങളായിട്ടാണ്, കാലങ്ങളായിട്ടാണ്. മൻസറഹു സമനുൻ സാഅത്തുഹു അസ്മാനു, ഒരു കാലം എന്നെ അല്ലെങ്കിൽ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ തൊട്ടകാലം ആ മനുഷ്യനെ ദുഃഖിപ്പിക്കുന്നതായ കാലമാണ്. ഇവിടെ സന്തോഷം പരിപൂർണമായിട്ടില്ല, ദുഃഖവും പരിപൂർണമായിട്ടില്ല, എല്ലാം കലർന്നിട്ടുള്ളതാണ്. മിക്കവും നമ്മുടെ ജീവിതത്തിൽ ഇവിടെ പ്രയാസങ്ങളാണ് നാം അനുഭവിച്ചുകൊണ്ട് ഇരിക്കാറുള്ളത്. പ്രയാസങ്ങൾ എത്ര തന്നെ പറക്കുന്ന ആസ്വാദ്യകരമായ ജീവിതം നയിക്കാനുള്ളതായ കഴിവ് കൽപ്പുള്ളതായ സാമ്പത്തിക ശേഷിയുള്ളതായ ആളായിരുന്നാൽ പോലും അവന് പ്രയാസത്തിൽ നിന്നിട്ട് മുക്തനാവാൻ സാധിക്കുന്നതല്ല. പ്രയാസം അവനെ ഹൃദയത്തിലുള്ളതായ സമാധാനക്കേട്, സമാധാനക്കുറവ് അവനെ മനുഷ്യനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നതായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ മക്ക ഇമാം പറയുകയുണ്ടായ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ഭാഗങ്ങളാണ് ജീവിതത്തിൽ കൂടുതലായി നാം കണ്ടുകൊണ്ടേ ഇരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രയാസങ്ങളും ഹുമൂമുകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ ജീവിക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നതല്ല. അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിലേ അവന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നതുകൊണ്ട് തന്നെ അവൻ അള്ളാഹുമായുള്ള ടച്ച് ഉണ്ടാക്കുക എന്നത്, അതിലൂടെ റാഹത്തുൽ ബാൽ അഥവാ ഹൃദയ സമാധാനം വീണ്ടെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് മനുഷ്യന് സാധിക്കുക അവന്റെ പ്രവർത്തനത്തിലൂടെ. അതുകൊണ്ട് മനുഷ്യൻ ബുദ്ധിജീവി ശ്രദ്ധിക്കേണ്ടത്, അവൻ ഏത് സമയത്തും അവന്റെ ബന്ധം അള്ളാഹുമായി ഉണ്ടാക്കിയെടുക്കുവാനും ശക്തിപ്പെടുത്തുവാനും അള്ളാഹുമായി വരുന്നതായ ബന്ധത്തിലുള്ള വീഴ്ചകൾ നികറ്റുവാനും നമ്മെ സൃഷ്ടിച്ച യഥാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുവാനും അങ്ങനെ അവന്റെ റാഹത്തുൽ ബാലി എവിടുന്നാണ്? അവന് റാഹത്തുൽ ബാൽ എന്ന് പറഞ്ഞാൽ ഹൃദയ സമാധാനം, ഹൃദയശാന്തി, ഹൃദയത്തിലുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടുക, നല്ല ജീവിതം ജീവിക്കാൻ സാധിക്കുക. അത് എവിടുന്നാണ് ലഭിക്കുക എന്നത് അവൻ അള്ളാഹുവിന്റെ ബന്ധത്തെ, അള്ളാഹുവിനോടുള്ളതായ ബന്ധത്തെ സ്ഥാപിക്കലിലൂടെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്ക ഇമാം അവരുടെ പ്രസംഗത്തെ ഖുതുബയെ ഇന്ന് ആരംഭിച്ചത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടുകയുണ്ടായി, ആരാണ് ഏറ്റവും നല്ല മനുഷ്യന്മാർ, നല്ല ശ്രേഷ്ഠന്മാർ, നല്ല പ്രയാസമില്ലാതെ നല്ല ജീവിതം ജീവിക്കുന്ന വിഭാഗം? റസൂലുള്ളാഹിയുടെ മറുപടി എന്തായിരുന്നു? കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ, എല്ലാ മഖ്മൂമുൽ ഖൽബും സദൂഖുൽ ലിസാനുമാണ് എന്ന് റസൂൽ പറഞ്ഞു. ചോദിക്കപ്പെട്ടു, റസൂലെ, സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നല്ല സത്യസന്ധനായ സംസാരിക്കുന്ന, നല്ല സത്യം പറയുന്ന, സത്യസന്ധനായി ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന്, നാവ് നല്ല ആളാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അറബി ഭാഷയിൽ. അതേസമയത്ത് മഖ്മൂമുൽ ഖൽബി എന്ന് നിങ്ങൾ പറഞ്ഞത് അതിന്റെ അർത്ഥം മനസ്സിലായില്ലല്ലോ ദൂതരെ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം ആ വാക്ക് കൊണ്ട് വിവക്ഷ എന്താണ് എന്ന്, കാരണം വഹി
വഹിയിലൂടെ വരുന്നതായ പദങ്ങളാണ്. അള്ളാഹുവിൽ കൂടിയാണല്ലോ റസൂൽ സംസാരിക്കുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ കാര്യം സ്വയിഷ്ടാനുസരണമെന്നും തന്നെ പറയാറില്ല. അവര് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള വഹിയിലൂടെയാണ് സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് പിടിച്ചുകൊണ്ട് ഒരു അവസരത്തെ പറയുകയുണ്ടായി, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ശരിക്കും ഗ്രഹിച്ചോളീൻ, മനസ്സിലാക്കിക്കോളീൻ, കുറിച്ചോളീൻ, പഠിച്ചോളീൻ, ഉൾക്കൊണ്ടോളീൻ. ഇവിടുന്ന് എന്റെ ഈ നാവിൽ നിന്നിട്ട് സത്യമല്ലാതെ പുറപ്പെട്ടിട്ടില്ല, സത്യമല്ലാതെ പുറപ്പെടാറുമില്ല. അഥവാ വഹിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന അർത്ഥത്തിലേക്ക്. അങ്ങനെയുള്ളതായ ആ വഹിയിലൂടെ വരുന്നതായ പദത്തിന്റെ അർത്ഥം വഹിയിലൂടെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശദീകരണം വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി പറയാൻ കാരണം, എന്തിനാണ് നിങ്ങൾ അവരിലേക്ക് ഈ ഖുർആൻ ഇറക്കിയത്? അവരിലേക്ക് ഇറക്കിയതായ ഖുർആനിനെ നിങ്ങൾ വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച്, അവരുടെ ഡ്യൂട്ടിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ്, ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വഅൻസൽനാ ഇലൈക ദിക്റ. നിങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ മധ്യത്തിൽ ഈ ഖുർആനിനെ ഇറക്കാൻ? എനിക്ക് ഈ ഖുർആന്റെ കോപ്പി അടിച്ചിട്ട് കോടിക്കണക്കിൽ കോപ്പികൾ ജിബ്രീലിനോട് ലോകത്തിലേക്ക് വിതരണം ചെയ്യാൻ പറഞ്ഞാൽ പോരെ എന്ന് പറയും പോലെ അങ്ങനെയല്ല റബ്ബ് കാട്ടിയത്. മറിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ മധ്യത്തിൽ വെക്കുകയും ആ റസൂലിലേക്ക് ഇറക്കുകയും ആ റസൂലിനെ കൊണ്ട് ആ ഖുർആന്റെ വിശദീകരണം നൽകുകയും ചെയ്തു എന്നതാണ് നാം കണ്ടത്. അതാണ് അള്ളാഹു പറഞ്ഞത്, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. അവരിലേക്ക് ഇറങ്ങിയതായ ഖുർആനിനെ തങ്ങളാണ് വിവരിച്ചു കൊടുക്കേണ്ടത് എന്ന്. അതുപോലെ തന്നെയാണ് ഹദീസിൽ കൂടി, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവചനത്തിൽ നിന്നിട്ട് വല്ലതും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അത് റസൂൽ തന്നെ നൽകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നത്. മഹ്മൂമുൽ ഖൽബി എന്ന് പറഞ്ഞാൽ റസൂലിനോട് ചോദിക്കപ്പെട്ടപ്പോൾ മറുപടി പറയുകയാണ്, അത്തഖിയ്യുൻ നഖിയ്യുല്ലദീ ലാ ഇസ്മ ഫീഹി വലാ ബഗിയ. തഖിയാണ്, ആ മുത്തഖിയായി ജീവിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, ശുദ്ധ ഹൃദയത്തിന്റെ ഉടമയായ, തെറ്റുകൾ ചിന്തിക്കാത്ത, തെറ്റുകൾ ചെയ്യാത്ത, തെറ്റുകൾ പറയാത്ത, തെറ്റുകൾ ഓർക്കാത്ത, അക്രമമില്ലാത്ത, അനീതിയില്ലാത്ത, അസൂയയില്ലാത്ത, വലാ ഗില്ല വലാ ഹസദ, പകരം വീട്ടണമെന്നതായ ശത്രുത ബോധമില്ലാത്ത, അങ്ങനെയുള്ളതായ ചിന്തയില്ലാത്ത, എങ്ങനെയെങ്കിലും വല്ലരും വല്ല തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിനെ ഓർത്തു വെച്ചിട്ട് അതിന് പകരം വീട്ടണമെന്നതായ ചിന്ത ഉണ്ടാവുക. അതാണ് ഹസദ് കൊണ്ടുണ്ടാവുക, അസൂയ കൊണ്ടുണ്ടാവുക. അതാണ് റസൂൽ പറയുന്നത്, ലാ ഗില്ല വലാ ഹസദ. ഗില്ലില്ലാത്ത, ഹസദില്ലാത്ത, അസൂയയില്ലാത്ത, തെറ്റില്ലാത്ത, അക്രമ ചിന്തയില്ലാത്ത രൂപത്തിലുള്ളതായ ബുദ്ധിയുടെ ഉടമ അല്ലെങ്കിൽ ചിന്തയുടെ ഉടമ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹദീസ് മഹാനായ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുകയാണ്, അതിനെ സഹിയാക്കിയിരിക്കുകയാണ് പണ്ഡിതന്മാർ. എന്നാൽ ഈ രൂപത്തിലുള്ളതായ വ്യക്തിത്വമായി മാറാൻ വേണ്ടി ഒരാൾക്ക് പരിശ്രമിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവന് റാഹത്തുൽ ബാൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്ന അർത്ഥത്തിലേക്ക്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് തീരുമാനിച്ചു അത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാൻ കാരണം, അള്ളാഹുവിന്റെ വാക്ക് നമുക്ക് പരിചയമുണ്ട്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അള്ളാഹു പലയിടങ്ങളിൽ ഖുർആനിൽ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാൻ സാധിക്കുന്നതല്ല, നിങ്ങളുടെ ഇറാദത്തിന് മുമ്പ് അള്ളാഹുവിന്റെ ഇറാദത്താണ് വിട്ടുകിടക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറാദത്തിൽ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുന്ന രൂപത്തിലുള്ളതായ, കനിയുന്ന രൂപത്തിലുള്ളതായ, നന്മ ചെയ്യുന്ന രൂപത്തിലുള്ളതായ, പ്രയാസത്തെ ദൂരപ്പെടുത്തുന്ന രൂപത്തിലുള്ളതായ ആ മശീഅത്ത് നമുക്ക് അള്ളാഹു എന്നിട്ട് പ്രതീക്ഷിക്കണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ അള്ളാഹുമായുള്ളതായ ടച്ച് നന്നാക്കി എടുക്കുക. മാഷാ അല്ലാഹു ഖാൻ, അള്ളാഹു ഉദ്ദേശിച്ചത് ഇവിടെ നടക്കുകയുള്ളൂ. വമാ ലം യശഅ ലം യകുൻ, അള്ളാഹു ഉദ്ദേശിക്കാത്തത് നടക്കുകയില്ല എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് മക്ക ഇമാം ഈ വിഷയത്തെ ചർച്ച ചെയ്തത്. അതുകൊണ്ട് ഫമാ ഖദ്ദറല്ലാഹു ലക ലാ ബുദ്ദ അൻ യഅതിയ, അള്ളാഹു എന്ത് നിനക്ക് ഖദറാക്കി അതിവിടെ സംഭവിക്കുക തന്നെ ചെയ്യും, അത് സംഭവിക്കാതിരിക്കുകയില്ല. ഒരു അബന്നാസ്, മനുഷ്യന്മാര് അത് എതിർത്താലും ശരി, മനുഷ്യന്മാർ അതിന് വിലങ്ങ് തടിയായിട്ട് നിന്നാലും ശരി, അത് ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. മറ്റൊരു ശരിയിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാക്ക് നമുക്ക് പരിചയമുള്ളതാണ്. കുട്ടിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് വഅലം അന്നൽ ഉമ്മത, അറിയണം ഉമ്മത്താസകലം നിനക്ക് വല്ല നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിനക്ക് നന്മ ചെയ്യാൻ ഉമ്മത്തിന് സാധിക്കുക തന്നെ ഇല്ല, അള്ളാഹു അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ അതിന്റെ നേരെ വിപരീതം, മനുഷ്യനാസകലം, ലോകമാസകലം, ഭൂമിയിലുള്ളവരാസകലം നിനക്ക് ദോഷം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതേ സമയത്ത് അള്ളാഹു നിനക്ക് നന്മ ചെയ്യാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ ദോഷം നിനക്ക് തട്ടുക തന്നെ ഇല്ല. മനുഷ്യൻ ഉദ്ദേശിക്കുന്ന ദോഷങ്ങൾ നിനക്ക് തട്ടുക തന്നെ ഇല്ല എന്ന അർത്ഥത്തെ കുറിക്കുന്ന, എന്ന തത്വം ഉൾക്കൊള്ളുന്നതായ പദങ്ങളാണ്, വിശദീകരണങ്ങളാണ് മക്ക ഇമാം ഈ ഇത്തരണത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് റാഹത്തുൽ ബാൽ എന്ന ആ ഹൃദയത്തിനുള്ള ശാന്തി സമാധാനം വീണ്ടെടുക്കാൻ, ഉണ്ടാക്കിയെടുക്കാൻ മഹ്മൂമുൽ ഖൽബാവണം. മഹ്മൂമുൽ
സലീമുൽ ഖൽബി എന്നതിന്റെ ഉദ്ദേശം മുത്തഖിയായി ജീവിക്കണം, ഹൃദയം ക്ലിയറായ മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഹസദില്ലാത്ത, അസൂയയില്ലാത്ത, മനുഷ്യനോട് വെറുപ്പുമില്ലാത്ത, മനുഷ്യനിൽ വല്ല നന്മ കണ്ടാൽ ആ നന്മ നീങ്ങിക്കിട്ടണമെന്നതായ ദുരുദ്ദേശമില്ലാത്ത രൂപത്തിൽ ജീവിക്കുന്ന ആളായി മാറണം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തുൽ ഖൽബ് നമുക്കുണ്ടാക്കി തരുക. അല്ലാഹു പറയുന്നു, അല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ, തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അവരുടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. എന്തിലൂടെ? അല്ലാഹുവിനെ സ്മരിക്കലിലൂടെ. അപ്പോൾ നാം അല്ലാഹുവിനെ എപ്പോൾ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹുവിനെ സ്മരിക്കൽ അത് തൊള്ള കൊണ്ട് മാത്രമാവണമെന്നില്ല, അത് പ്രവർത്തനം കൊണ്ടും നമ്മുടെ ജീവിത രീതി കൊണ്ടും നമുക്ക് ദിക്റുള്ള ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അഥവാ തെറ്റുകൾ വരുമ്പോഴെല്ലാം ആ തെറ്റുകൾ നിട്ട് മുക്തരാവാൻ വേണ്ടി അള്ളാഹുവിനെ ഓർത്തിട്ട് പരിശ്രമിക്കുക. അത് അള്ളാഹുവിന്റെ ദിക്റിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിസരത്തിൽ നമുക്ക് ഏത് സമയത്തിലെല്ലാം അള്ളാഹുവിനെ സ്മരിക്കാനുള്ളതായ ചുറ്റുപാട് ഖുർആൻ പാരായണം ചെയ്യലിലൂടെയോ അല്ലെങ്കിൽ ദിക്റുകൾ ചെയ്യലിലൂടെയോ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച മാസമാണ്. അടുത്ത മദീന ഇമാമിന്റെ ഖുതുബ നമുക്ക് വിശദീകരിക്കുമ്പോൾ കേൾക്കാൻ പോകുന്നത് പോലെ അങ്ങനെയുള്ളതായ ആ ദിവസങ്ങളിൽ സമയങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച അള്ളാഹിന്റെ ചിഹ്നങ്ങളായ മുഹറം മാസം പോലോത്ത, റമദാൻ മാസം പോലോത്ത, അള്ളാഹു മുഹറമാത്തുകളാണ് എന്ന് പറഞ്ഞതായ ആ മാസങ്ങൾ പോലോത്തതായ മാസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച, നിഷേധിച്ച, പാടില്ല എന്ന് പറഞ്ഞതായ തെറ്റായ കാര്യങ്ങൾ വിട്ടു നിൽക്കാൻ വേണ്ടി, മാറി നിൽക്കാൻ വേണ്ടി, ഒഴിവായി നിൽക്കാൻ വേണ്ടി നാം പാടുപെടുക, നാം പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മെ ചൊരിയുന്നതും നമ്മുടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. ഈ ശാന്തി സമാധാനം എന്നൊക്കെ പറയുന്നത് ഭൂമിയിൽ വളരെ ശേഷികെട്ട, വളരെ കഴിവില്ലാത്ത, ഫക്കീറായ, ദാരിദ്ര്യത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഒരു പക്ഷേ അവന്റെ ഹൃദയത്തിന് സമാധാനം കാരണത്താൽ അവൻ സന്തോഷത്തിൽ പറക്കുന്ന ആളായിരിക്കാം. നമ്മുടെ വീക്ഷണത്തിൽ അവൻ വളരെ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്ന ആളും വളരെ പ്രയാസമുള്ള ജീവിതം ജീവിക്കുന്ന ആളുമായിരിക്കാം. അതേസമയത്ത് അവന്റെ ഹൃദയത്തിൽ അവനോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് വർത്തമാനങ്ങളൊക്കെ, എങ്ങനെയുണ്ട് നിന്റെ സ്ഥിതിയൊക്കെ ഒക്കെ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് മറുപടി കിട്ടും. കാരണം അവൻ റാഹത്തുൽ ബാലിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളാണ്, അഥവാ ഹൃദയ സമാധാനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നതായ വ്യക്തിയാണ്. കാരണം അവൻ അള്ളാഹുമായുള്ള ടച്ചിൽ, ബന്ധത്തിൽ, നല്ല രൂപത്തിൽ ബന്ധമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ വീക്ഷണത്തിൽ കാണുന്നതായ ഭൗതിക ആഡംബരമോ സുഖമോ അല്ല ഇതിന് മെയ്യാർ, ഇതിന് മാനദണ്ഡം എന്താണ്? അള്ളാഹുമായുള്ള ടച്ച് എത്ര കണ്ടുണ്ടാകുന്നു അത്ര കണ്ട് റാഹത്തുൽ ബാൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കൊട്ടാരത്തിൽ താമസിക്കുന്ന ഗംഗേമന്മാരായ പറക്കുന്നതായ മനുഷ്യന്മാർ, അഥവാ ജീവിത രീതിയിൽ ആഡംബരത്തിൽ ഒഴുകി ജീവിക്കുന്ന മനുഷ്യന്മാർ പലപ്പോഴും പറയുന്ന കാണാം, എന്റെ പ്രയാസം നീങ്ങുന്നില്ല, എന്റെ മാനസിക രോഗം നീങ്ങുന്നില്ല, എനിക്ക് എന്റെ ഹൃദയം അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതായിട്ട് കാണാം. കാരണം അതല്ല, അഥവാ ഭൗതികമായ ആഡംബരമല്ല ഹൃദയ സമാധാനത്തിനുള്ളതായ മാനദണ്ഡം ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ. മറിച്ച് ഹൃദയ സമാധാനത്തിനുള്ളതായ മാനദണ്ഡം അള്ളാഹുമായുള്ളതായ ടച്ച്, അള്ളാഹുമായുള്ള ബന്ധം, ഷെട്ടാവിനോട് ചെയ്യേണ്ടതായ ബാധ്യതയിലും കടമയിലും വീഴ്ച വരുത്താതിരുന്നുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമിക്കുക എന്നതാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹു ആയത്തിൽ വാഗ്ദാനം ചെയ്തതായ അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, സത്യവിശ്വാസികളുടെ ഹൃദയം, ആ ഹൃദയത്തിൽ ശാന്തി ഉണ്ടാകുവാനും ടെൻഷൻ ഇല്ലാതെ ജീവിക്കുവാനും അവനെ കൊണ്ട് സാധിക്കുന്നതാണ്. അലാ, അറിയണം ലോകമേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ് ഹൃദയത്തിന് സമാധാനവും ശാന്തിയും വീണ്ടെടുക്കാൻ സാധിക്കുക. അല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി തൂബാ ലഹും വഹുസ്നു മആബ്, സത്യവിശ്വാസികളാവുകയും അതേസമയത്ത് ആ സത്യവിശ്വാസത്തിനെ ആസ്പദമാക്കിയിട്ട് അമലിനെ, പ്രവർത്തനത്തെ കെട്ടിപ്പടുത്തുകയും ചെയ്തതായ വിഭാഗം ആരാണോ അവർക്കാണ് തൂബ എന്ന ജീവിതം, സന്തോഷകരമായ ജീവിതം, ആഹ്ലാദകരമായ ജീവിതം, ദുനിയാവിലാവട്ടെ പരലോകത്തിലാവട്ടെ. ഇത് വളരെ ഷോർട്ടായിട്ട് മക്ക ഇമാം ചർച്ച ചെയ്തതായ റാഹത്തുൽ ബാലി എന്ന വിഷയമാണ് ഡോക്ടർ ഷറീമ ഇന്ന് ഖുതുബോദിയതായ സന്ദർഭത്തിൽ. എന്നാൽ മദീനയിൽ ഡോക്ടർ അഹമ്മദ് താലിബ് ഇബ്നു ഹമയ്ദ് ചർച്ച ചെയ്തതായ വിഷയം നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതായ ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും എന്നതായ
മുമ്പുള്ളതായ ആയത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതായ വിഷയമാണ്. അതെന്താണ്? 4 മാസം അള്ളാഹു മുഹറമാത്തുകളായ മാസമാക്കിയതായ ആ മാസങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതും നാം ഉൾക്കൊള്ളുന്നതായ മാസവും. ഈ മാസത്തിൽ ഇവിടെ സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം നിലാവ് കണ്ടതനുസരിച്ചിട്ട് താസുഅ എന്ന് പറഞ്ഞാൽ യൗമുൽ അഹദിലാണ്, ഞായറാഴ്ചയാണ് താസുഅ. അതുപോലെ തന്നെ ആശുറ അത് തിങ്കളാഴ്ചയാണ് ഇവിടെ എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അപ്പോൾ ആ ദിവസങ്ങൾ അല്ല മുഖ്യം, ആ ദിവസങ്ങളോടൊപ്പം ഈ മാസം മൊത്തത്തിൽ മുഖ്യമായ മാസമായിട്ട് നാം ഗണിക്കേണ്ടതാണ്. അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്, ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങളുടെ ശരീരത്തെ ഈ മാസങ്ങളിൽ അഥവാ മുഹറമാത്തുകളായ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായ അള്ളാഹു ബഹുമാനിച്ചതായ മാസങ്ങളിൽ നിങ്ങൾ ആക്രമിക്കരുത്. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും എന്ന് പറഞ്ഞതായ ആയത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയതായിട്ട് ഓർക്കുന്നു. എന്നാൽ ആ ദിവസങ്ങളെയാണ് ഇപ്പോൾ നാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ 4 മാസങ്ങളിലൊരു മാസമാണ് നാം ഇപ്പോൾ സ്വീകരിച്ചത്. അപ്പോൾ ഈ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഈ മാസങ്ങളുടെ പ്രത്യേകത ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ നോമ്പ് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറമിലുള്ളതായ നോമ്പാണ് എന്നാണ്. എന്ത് കഴിഞ്ഞാൽ വിശുദ്ധ റമദാൻ മാസത്തിലുള്ളതായ നോമ്പ് കഴിഞ്ഞാൽ, അപ്പൊ ഫറലായ നോമ്പായ ആ വിശുദ്ധ റമദാനിലുള്ളതായ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ആ നോമ്പുകൾ നോക്കുന്നത് മനുഷ്യൻ ഏത് മാസത്തിലാണ്? മുഹറം മാസത്തിലാണ്. അപ്പോൾ ഈ വാക്കിന്റെ ഈ ധ്വനിയിൽ നിന്നിട്ട് പണ്ഡിതന്മാർ നിന്നിട്ട് പലരും ഈ മാസം മുഴുവൻ നോമ്പ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ നോമ്പ് നോക്കുകയാണെങ്കിൽ, കൂടുതൽ ദിവസങ്ങൾ നോമ്പ് നോക്കുകയാണെങ്കിൽ അതെല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ റസൂലുള്ള പ്രത്യേകം പറഞ്ഞത് അത് മുഹറം മാസം 10-ാം ദിവസത്തെ കുറിച്ചാണ് എന്ന് മദീന ഇമാം പ്രത്യേകം ഉണർത്തുകയുണ്ടായി. അത് നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഇവിടെ ഈ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാൻ വേണ്ടി പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം അത് മുഹറം മാസമാണെന്ന് പറയുന്ന സന്ദർഭത്തിൽ, ആ മുഹറം മാസത്തിന്റെ പ്രത്യേകത നാം മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ആ മുഹറം മാസത്തിൽ തുല്യത റമദാനിനോട് നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് അതിൽ നിന്നിട്ട് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. എന്തുകൊണ്ട്? സ്വർഗത്തിലേക്ക് എത്താനും നരകത്തിൽ നിന്നിട്ട് മോചനം നേടാനും ഉള്ളതായ ഒരു മാധ്യമമാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. ആ നോമ്പ് ജുന്ന ാണെന്നാണ്. ജുന്ന എന്ന് പറഞ്ഞാൽ പരിചയ പോലെയാണ്. ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിചയം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശത്രുക്കളുടെ ശല്യം, അത് അവന്റെ കൂടെയുള്ളതായ ആയുധം കൊണ്ടുള്ളതായ ദ്രോഹം തട്ടാതിരിക്കാൻ വേണ്ടിയാണ്. എന്നതുപോലെ നോമ്പ് ജുന്നയാണ്. നോമ്പ് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കഠിനകഠോരമായ ശിക്ഷയിൽ നിന്നിട്ട് വിലങ്ങതടിയായി മാറാൻ സാധിക്കുന്നതാണ്. പരലോകത്തിൽ ദാഹിക്കുന്ന, പ്രയാസപ്പെടുന്ന, പട്ടിണി കിടക്കുന്ന ലോകത്തിൽ അവിടെ പട്ടിണി ഇല്ലാതെ സ്വർഗീയ ജീവിതം ജീവിക്കാൻ അതിലൂടെ നമുക്ക് സഹായിക്കും. ദാഹിക്കാതെ സ്വർഗീയ ജീവിതം ജീവിക്കാൻ നമുക്ക് അതിലൂടെ സാധിക്കും. അതുകൊണ്ട് എന്ന് ഖുർആൻ അല്ലാഹു പറഞ്ഞതുപോലെ ഏത് കാലഘട്ടത്തിൽ ഏത് സമയത്തും അവിടെ ഭക്ഷണം നമുക്ക് ആവശ്യമുള്ളതുപോലെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന, ഏത് സമയത്തും പാനീയങ്ങൾ നമുക്ക് ആവശ്യം പോലെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതായ ലോകമാണ് സ്വർഗീയ ലോകമെന്ന് പറയുന്നത്. ഫിഹാ, ആ ലോകത്തിലുണ്ട്, ആ നാട്ടിലുണ്ട്, ആ രമ്യഹർമ്മ്യങ്ങളിലുണ്ട്, ആ പൂന്തോപ്പുകളിലുണ്ട്, ആ കൊട്ടാരങ്ങളിലുണ്ട്. എന്ത്? മാ തസ്തഹിഹിൽ അൻഫുസു, മനുഷ്യൻ ഇച്ഛിക്കുന്നതുണ്ട്, വതലദ്ദുൽ അഅ്യുനു, കൺ കുളിർക്കുന്നതുണ്ട് എന്ന് അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. വഅൻതും ഫീഹാ ഖാലിദൂൻ, നിങ്ങൾ സ്ഥിരമായി താമസിക്കുന്നതായ ലോകമാണ് ആ സ്വർഗീയ ലോകം. അങ്ങനെയുള്ള ലോകത്തിലേക്ക് ഒരുങ്ങുക എന്നതാണ് ഈ മാസങ്ങളിലൂടെ, ഈ സീസണുകളിലൂടെ, ഈ നല്ല നല്ല ദിവസങ്ങളിലൂടെ അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ആയത്തിന്റെ സമാപനത്തിൽ ഇമാം ഓതിയതായ ആയത്താണിത്. മദീന ഇമാമ് തിൽക ഉഖുബൽ ലദീന തഖൗ വഉഖുബൽ കാഫിരീന നാർ, ഇത് സത്യവിശ്വാസികൾക്കുള്ളതായ അന്ത്യമാണ്. സത്യവിശ്വാസികൾക്കുള്ളതായ അന്ത്യം സ്വർഗത്തിലേക്ക് ചെല്ലുക, അവിടെ സുഖലോലുപരായിട്ട് ജീവിക്കുക എന്നതാണ്. അതിനുള്ളതായ മാധ്യമമായിട്ട് അവർ കണ്ടെത്തേണ്ടത്, അതിലേക്ക് എത്താൻ വേണ്ടി അവർ ഉപയോഗിക്കേണ്ടതായ ശൈലി, ആ രൂപം, അത് ഇവിടെ നിന്ന് ജനങ്ങൾ ഭക്ഷിക്കുന്ന സന്ദർഭത്തിൽ നോമ്പ് നോക്കേണ്ടതായ ദിവസങ്ങളിൽ നോമ്പ് നോറ്റിട്ട് പട്ടിണി കിടന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സൽക്കർമ്മങ്ങൾ സമർപ്പിക്കുക, അള്ളാഹിന്റെ പ്രീതി കരഗതമാക്കാൻ അതിലൂടെ പരിശ്രമിക്കുക എന്നതാണ് എന്നർത്ഥം. അതെ, ഈ ആശുറ ദിവസത്തെ കുറിച്ച് മദീന ഇമാമ് ഉണർത്തുകയുണ്ടായി. അമ്പിയാക്കന്മാര് വരെ, അഥവാ മൂസാ നബിയുടെ ശേഷം, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷമുള്ള നബിമാരെല്ലാം ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു ഈ ആശുറ ദിവസം. എന്തുകൊണ്ട്? ഖുർആനിൽ അള്ളാഹു എണ്ണിയതായ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കഠിന ഇസ്ലാമിന്റെ ശത്രുവായിട്ട് എണ്ണിയതായ ഒരു വ്യക്തിത്വമാണ് ആര്? ഫറോവ എന്ന് നാം പറയുന്നതായ ഫിർഔൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചതായ വ്യക്തി. ആ വ്യക്തി, ആ ശക്തിയുടെ ക്രൂര കൃത്യം നടമാടിക്കൊണ്ടിരുന്നതായ പ്രവർത്തനം, ഫറോവമാരുടെ സ്മരണ എന്ന പേരിൽ ഇപ്പോഴും പിരമിഡൻ ലോകം സ്മരിക്കുന്നു.
പിരിവിടൽ ലോകം കാണുന്നു. ലോകം ഇന്ന് വരെ ലോകാത്ഭുതങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെയുള്ളതായ കെട്ടിടങ്ങളൊക്കെ സ്ഥാപിച്ചു വിട്ട് ഭൂമിയിൽ അഹങ്കാരം നടിച്ച് ജീവിച്ചവരായ ഒരു വിഭാഗമായിരുന്നു ഫറോമാർ. അതിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഫിറഔന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കെതിരിൽ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട്, മൂസയെ നിനക്കൊരു ദൈവമുണ്ടെങ്കിൽ, നിനക്ക് അള്ളയുണ്ടെങ്കിൽ ആ അള്ളയെ സൃഷ്ടിച്ചാൽ ഞാനാണെന്ന് പറയാനുള്ളതായ ചെങ്കൂറ്റമുണ്ടായതായ ഒരു വ്യക്തിത്വമായിരുന്നു, ഒരു മഹാപരാക്രമിയായിരുന്നു. അങ്ങനെയുള്ളതായ പരാക്രമി മൂസ നബി അലൈഹി സ്വലാമിനെയും അവരുടെ കൂടെ ഉണ്ടായിരുന്നതായ ബനൂ ഇസ്രായേലുകളെയും പല രൂപത്തിലും ആക്രമിക്കുവാനും അവരോട് അനീതി കാട്ടുവാനും അവരെ ശിക്ഷിക്കുവാനും അവരെ പ്രയാസപ്പെടുത്തുവാനും പരിശ്രമിച്ചതായ പരിശ്രമത്തെക്കുറിച്ച് ഖുർആനിൽ വിശുദ്ധ ഫുർഖാൻ അലീമിൽ പല തവണ പല ശൈലിയിൽ പറയുന്നുണ്ട്. 70ഓളം തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചർച്ച ചെയ്ത വിഷയമാണ് മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചുള്ളതായ പരാമർശം. അങ്ങനെയുള്ളതായ ആ ഫറോവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച, സമുദ്രത്തിൽ കൊന്നൊടുക്കിയതായ ഒരു സംഭവം നടന്നത് ഈ മുഹറം മാസം 10-ലായിരുന്നു എന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് ബഹുമാനിച്ച് മൂസാ നബിയെയും ബനൂ ഇസ്രായേലുകളെയും അവന്റെ ഫضل ഇറക്കി, അവന്റെ അനുഗ്രഹം ഇറക്കി ആദരിച്ച് ബഹുമാനിച്ച ആ പരാക്രമിയെ നശിപ്പിച്ചതായ ദിവസമായതുകൊണ്ട് മൂസാ നബിക്ക് ശേഷമുള്ള നബിമാരെല്ലാം ഈ ദിവസത്തെ ഓർക്കാറുണ്ടായിരുന്നു, ആദരിക്കാറുണ്ടായിരുന്നു, നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നമ്മുടെ നേതാവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസത്തെ പോലെ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ച് നോമ്പ് പിടിക്കാൻ വേണ്ടി അന്വേഷിക്കാറുണ്ടായിരുന്നതായ ഒരു മാസമായിരുന്നു മുഹറം മാസം. ആ മാസത്തിലുള്ളതായ 10-ാം ദിവസമാകുന്ന നോമ്പ്, ആ നോമ്പിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ചിട്ട് നോക്കിയിരുന്നു. മക്ക കാഫിരീങ്ങൾ വരെ മക്കയിൽ വെച്ചിട്ട് ആ നോമ്പ് നോക്കാറുണ്ടായിരുന്നു. ഇസ്ലാമിൽ ഒരു അഭിപ്രായത്തിൽ മുഹറം മാസം 10-ാം ദിവസമുള്ള നോമ്പ് നിർബന്ധമായിരുന്നു റമളാനിന് മുമ്പ് എന്നതാണ്. പിന്നെ മദീനയിലേക്ക് വന്ന ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 2-ാമത്തെ വർഷം റമളാൻ മാസത്തിലുള്ളതായ നോമ്പ് നിർബന്ധമായതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമുള്ളവർക്ക് നോക്കാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം എന്ന രൂപത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. എന്തിനെക്കുറിച്ച്? മുഹറം മാസം 10-നെ കുറിച്ച്. അപ്പോൾ അതിൽ നിന്നിട്ട് സഹാബാക്കൾ മനസ്സിലാക്കി അത് സുന്നത്താണ്, വാജിബല്ല എന്ന്. അപ്പോൾ റമളാൻ വാജിബായ സന്ദർഭത്തിൽ മറ്റത് സുന്നത്തായി മാറി, അത് സുന്നത്തായി ശേഷിക്കുകയും ചെയ്തു എന്ന അർത്ഥത്തിലേക്ക്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മദീനയിലേക്ക് വന്നതായ സന്ദർഭത്തിൽ മദീനക്കാര് നോമ്പ് പിടിക്കുന്ന കണ്ടു. മദീനയിലുള്ളതായ ജൂതന്മാര് നോമ്പ് പിടിക്കുന്നതായിട്ട് കണ്ടപ്പോൾ, അഥവാ ആശുറ നോമ്പ് അഥവാ മുഹറം മാസം 10-ാം ദിവസത്തിൽ നോമ്പ് പിടിക്കുന്ന കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തിനു നോമ്പ് പിടിക്കുന്നു എന്ന്. റസൂലിന് അറിയാമായിരിക്കും, പക്ഷേ അവരുടെ മറുപടി നമുക്ക് കേൾപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. റസൂലുള്ളാഹിനോട് അവർ മറുപടി നൽകുകയുണ്ടായി, ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാം ആകുന്ന ഞങ്ങളുടെ നേതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയുടെ അക്രമത്തിൽ നിന്നിട്ടും അനീതിയിൽ നിന്നിട്ടും മോചിപ്പിച്ചതായ, രക്ഷപ്പെടുത്തതായ ഒരു ദിവസമായിരുന്നു ഈ ദിവസം. അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നു. ശുക്റല്ലില്ല, അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രത്യുത്തരം നൽകുകയുണ്ടായി, നഹ്നു അഹഖു ബി മൂസ മിൻകും, നിങ്ങളെക്കാളും കൂടുതൽ മൂസ നബി അലൈഹി സ്വലാമിനോട് കടപ്പെട്ടവരും ബന്ധപ്പെട്ടവരും അടുത്തവരും ഞങ്ങളാണ് അള്ളാഹുവിന് ആ കാര്യത്തിൽ നന്ദി പ്രകടിപ്പിക്കാൻ അർഹപ്പെട്ടവരെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിക്കുകയും നോമ്പ് പിടിക്കാൻ വേണ്ടി അവരുടെ ഉമ്മത്തുകളോട്, സഹാബാക്കളോട് കൽപ്പിക്കുകയും ചെയ്തു. എത്രത്തോളം അൻസാറുകൾ മദീനയിൽ ആ ആശുറ നോമ്പ് പിടിക്കുന്ന കാര്യത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിയവരും വളരെ നിർബന്ധം പുലർത്തിയവരുമായിരുന്നു. എത്രത്തോളം അവരുടെ സ്ത്രീകളെ കൊണ്ടും കുട്ടികളെ കൊണ്ടും ആ നോമ്പ് പിടിപ്പിക്കാറുണ്ടായിരുന്നു. നോമ്പ് എത്രത്തോളം കുട്ടികൾ നോമ്പ് പിടിക്കുന്ന സന്ദർഭത്തിൽ അവർ നോമ്പ് മുറിച്ചു കളയാതിരിക്കാൻ വേണ്ടി, നോമ്പ് ക്യാൻസലാക്കി കളയാതിരിക്കാൻ വേണ്ടി കളി സാധനങ്ങളൊക്കെ അവരുടെ മുമ്പിൽ വാങ്ങിക്കൊടുത്തിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് നോമ്പ് തുറന്ന് തീരുന്നത് വരെ, അവസാനിക്കുന്നവരെ അത് പൂർത്തിയാക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു എന്നുവരേക്കും ഹദീസിൽ കാണുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ ചിഹ്നമാകുന്ന ആ മുഹറം മാസത്തിനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശുറ നോമ്പ് അതിന് പ്രാധാന്യം നൽകി എന്നത് പഠിക്കാൻ വേണ്ടിയാണ്, അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത് നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഇന്ന് മദീന ഇമാം വിശദീകരണം നൽകിയതും അത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. റസൂൽ പറയുകയുണ്ടായി, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബല, കഴിഞ്ഞു പോയതായ ഒരു വർഷത്തിൽ ചെയ്തു പോയതായ ചെറുദോഷങ്ങൾ, മറ്റു ഹദീസിന്റെ സഹായത്തോടു കൂടി ചെറുദോഷങ്ങളെല്ലാം ഈ ഒരു നോമ്പിലൂടെ പുറത്തു കിട്ടുമെന്ന് എനിക്ക് അള്ളാഹുവിൽ നിന്നിട്ട് പ്രതീക്ഷയുണ്ട് എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അങ്ങനെയുള്ള അത്രയും ഒരു നോമ്പ് കൊണ്ട് തന്നെ ഒരു വർഷത്തിലുള്ളതായ ചെറുദോഷങ്ങൾ പുറത്തു കിട്ടുന്നതായ പ്രതിഫലം ലഭിക്കുന്നതായ നോമ്പാണ് ആശുറ നോമ്പ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അവസാന കാലഘട്ടത്തിൽ പറയുകയുണ്ടായി, ലൈൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, അടുത്ത വർഷം വരെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9-ാം ദിവസം നോമ്പ് നോക്കിയിരുന്നേനെ എന്ന് പറയുകയുണ്ടായി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ളതായ ജൂതന്മാര് നോമ്പ് പിടിക്കുന്ന കണ്ടപ്പോൾ അത് ആശൂറ മാത്രമാണ് അവർ നോമ്പ് പിടിക്കുന്നത് കണ്ടത്. അപ്പോൾ ആശൂറ മാത്രമാകുമ്പോൾ എല്ലാ വിഷയത്തിലും റസൂല പഠിപ്പിച്ച ഒരു ശൈലിയുണ്ട്. എന്ത്? ജൂതന്മാരോട്, അഹ്ലു കിതാബികളോട് തുല്യതയില്ലായിരിക്കണം നാം. നമ്മുടെ വസ്ത്രധാരണയിലാവട്ടെ, നമ്മുടെ ജീവിത രീതിയിലാവട്ടെ, നമ്മുടെ ഭക്ഷണ രൂപത്തിലാവട്ടെ, നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ മേഖലയിൽ നാം കഴിവിന്റെ പരമാവധി മറ്റു പ്രത്യേകിച്ച് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും അഥവാ അഹ്ലു കിതാബികളോട് നാം മാറുകാട്ടണമെന്ന് റസൂല പഠിപ്പിച്ചതാണ്. അതിന് വിപരീതമാണ് ഇന്ന് ലോകത്ത് നടക്കുന്നതും നടക്കാൻ പോകുന്നതും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി വാണി നൽകിയതാണ്. റസൂലുള്ള പറഞ്ഞതായ വാക്കിൽപ്പെട്ടതായിരുന്നു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹ്റ ലബ്ബിൻ ലദഖൽതുമു. നിങ്ങൾ അഥവാ ഉമ്മത്ത് മുഹമ്മദിനോട് പറയുകയാണ്, എന്റെ ഉമ്മത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയുകയാണ്, എന്റെ ഉമ്മത്തുകൾ ഒരു കാലഘട്ടത്തിൽ അവരോട് അവരുടെ ബേക്കിൽ കൂടും. അവര് ഒരു ഉടുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉടുമ്പിനോട് തുല്യതയുള്ളതായ ഒരു ജീവിയാണ് പെരിച്ചായി എന്ന് പറയുന്നതായ ജീവി. അതുപോലെ വളരെ പ്രയാസമുള്ള മാളമുണ്ടാക്കുന്നതായ ഒരു ഹയവാനാണ്, ഒരു ജീവിയാണത്. അങ്ങനെയുള്ള പ്രയാസമുള്ള മാളത്തിൽ കൂടി മാളമുണ്ടാക്കി അതിന്റെ അകത്ത് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചിരുന്നേനെ. അപ്പോൾ അവർ പോകുന്ന റൂട്ടിലെല്ലാം അവർ കാട്ടും പോലെ, അവർ കട്ട് ചെയ്യും പോലെ മുടി, അവര് പാന്റ് ധരിക്കും പോലെ, അവർ വസ്ത്രം ധരിക്കും പോലെ, അവരുടെ വസ്ത്രധാരണയിൽ, അവരുടെ കട്ടിങ്ങിൽ, അവരുടെ ജീവിത ശൈലിയിൽ എല്ലാം അവർ കേൾക്കുന്നതായ കേൾവിയിൽ, അവർ കാണുന്നതായ കാഴ്ചയിൽ അതെല്ലാം നിങ്ങൾക്ക് തുല്യത ഉണ്ടാകുന്ന കാലം വരുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആരാണെന്ന് ചോദിച്ചു, പറഞ്ഞു ജൂതന്മാരോ ക്രിസ്ത്യാനികളോ എന്ന് ചോദിച്ചു. അവരല്ലാതെ മറ്റാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളതായ ആ തഖ്ലീദ് അന്ധമായ അനുകരണം അഹ്ലി കിതാബികളോട് ഇസ്ലാം വിരോധിച്ചതാണ്. അങ്ങനെ വിരോധിച്ചതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9-ാം ദിവസം നോമ്പ് നോക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അടുത്ത കൊല്ലം അഥവാ റസൂൽ ഈ പറഞ്ഞ വാക്ക് വിട്ടുകടന്നതിന് ശേഷമുള്ള കൊല്ലം റസൂൽ മുഹറം മാസത്തിൽ ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗ്രഹം എന്ന രൂപത്തിൽ സഹാബാക്കൾ അതിനുശേഷം നോക്കാൻ ആരംഭിച്ചു 9-ാം ദിവസവും. അപ്പോൾ സഹാബാക്കൾ നോക്കി 9ഉം 10ഉം. റസൂലുള്ളാഹിന്റെ ആഗ്രഹം 9ഉം 10ഉം നോക്കണമെന്നതായിരുന്നു. അതുകൊണ്ട് നമുക്കും 9ഉം 10ഉം നോക്കൽ സുന്നത്താണ്. അപ്പോൾ 9ഉം 10ഉം നോക്കുക. ഇനി ആർക്കെങ്കിലും 9 നോക്കാൻ സാധിച്ചില്ല, 10 മാത്രമാണ് നോക്കാൻ സാധിച്ചതെങ്കിൽ 10ലേക്ക് 11 കൂട്ടിച്ചേർക്കലാണ് ഉത്തമമായ രീതി എന്ന് നമുക്ക് ചില ഹദീസുകളുടെ ശൈലിയിൽ നമ്മുടെ ഇമാമുകൾ, നമ്മുടെ നേതാക്കൾ വിശദീകരിച്ചു തരുന്നുണ്ട്. ഈ ദിവസത്തിൽ മഹാനായ ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി യാത്ര പോവുകയാണെങ്കിൽ വരെ ആ നോമ്പ് നോക്കാൻ സാധിക്കുമെങ്കിൽ നോക്കലാണ് ഉത്തമമെന്ന അഭിപ്രായക്കാരനാണ്. യാത്രയിൽ ഫർദ് നോമ്പ് വരെ ഒഴിവാക്കാൻ അനുവദിക്കപ്പെട്ടതായ ദിവസമാണ് എങ്കിലും മഹാനായ ഇമാം അഹ്മദ് ഹംബലിന്റെ ശൈലി എന്താണ്? ഈ മുഹറം മാസം പിന്നെ മടങ്ങി വരികയില്ലല്ലോ. അപ്പോൾ മുഹറം മാസത്തുള്ളതായ സുന്നത്ത് നോമ്പ് നോക്കിയില്ലെങ്കിൽ പിന്നെ അത് ഖളാ വീട്ടലുമില്ല. അപ്പോൾ ആ ദിവസത്തിനുള്ളതായ പ്രത്യേകത, മുഹറം മാസം 10ലുള്ള ആ നോമ്പ് നോറ്റ പ്രത്യേകത ലഭിക്കാൻ ആർക്കെങ്കിലും യാത്രയിൽ സാധിക്കുന്നുണ്ടെങ്കിൽ നോക്കുകയാണ് വേണ്ടത് എന്നവരേക്കും മഹാനായ ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അഭിപ്രായമുള്ളതായിട്ട് ഇന്ന് മദീന ഇമാം വിശദീകരിക്കുന്നതായിട്ട് കേൾക്കാം. അതോടൊപ്പം മദീന ഇമാം വിശദീകരിച്ച ഒരു മെയിൻ വിഷയമുണ്ട്. അത് ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നതാണ്. അത് ലോക ഷിയാക്കൾ ഈ മഅ്തമാക്കി മാറ്റുകയാണ് ഈ ദിവസങ്ങളെ. മഅ്തം എന്ന് പറഞ്ഞാൽ ദുഃഖവർഷം, ദിവസങ്ങളാക്കി മാറ്റുകയാണ്. ദുഃഖത്തിന് വേണ്ടി അവർ ഒരുമിച്ച് കൂടുകയാണ്. അവരുടെ കുട്ടികളെ വരെ പ്രയാസപ്പെടുത്തുകയാണ്. യുവാക്കളും കുട്ടികളും പെണ്ണുങ്ങളും സ്ത്രീകളും എല്ലാവരും ഒരുമിച്ച് കൂടി നെഞ്ചത്തടിക്കുകയും ചോരകുത്തി ഒലിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നതായ ഒരു വിഭാഗമാണ് ഷിയാക്കൾ. ആ ഷിയാക്കൾ കാട്ടിക്കൂട്ടുന്നതായ ക്രൂരകൃത്യത്തോട് തുല്യതയുള്ളതായ ഒന്നും തന്നെ നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഖേദകരെന്ന് പറയട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതായിട്ട് ഓർക്കുകയാണ്. ഈ ദിവസങ്ങളെ അഥവാ മുഹറം മാസങ്ങളെ നഹ്സുള്ള മാസമാണെന്ന് പറയുന്നവരേക്കും ആ ഷിയാക്കളോട് തുല്യതയുള്ളവരായ വിഭാഗം കേരളത്തിലുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതില്ല. ഇസ്ലാമിൽ അള്ളാഹ് ബഹുമാനിച്ചതായ ആദരിച്ചതായ ദിവസങ്ങളെ, അള്ളാഹിന്റെ ചിഹ്നങ്ങളാണെന്ന് പറഞ്ഞതായ ദിവസങ്ങളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിന് നൽകേണ്ടതായ ബഹുമതി നൽകേണ്ടതും അതിനെക്കുറിച്ച് നഹ്സാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ആ മുൻ തീരുമാനത്തിന് ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, കാലത്തിന് നിങ്ങൾ കുറ്റം പറയരുത്, അള്ളാഹുവാണ് കാലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് അതിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ശക്തി എന്ന അർത്ഥത്തിലേക്ക്. അപ്പോൾ കാലത്തിനെ കുറ്റം പറയൽ അഥവാ ദിവസങ്ങളിൽ നഹ്സുണ്ടെന്ന് പറയൽ അത് അള്ളാഹുവിനെ കുറ്റം പറയൽ
മുനവ്വറയിലാണ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. അങ്ങനെയുള്ളതായ ക്രൂര കൃത്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗം കേരളത്തിലുമുണ്ട്, ലോകത്തിലാസകലമുണ്ട്. അതിൽ നിന്നിട്ട് മുക്തരാവാൻ വേണ്ടി മുസ്ലിം ലോകം ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവര് പരിശ്രമിക്കണമെന്ന് ഇന്ന് മദീന ഇമാം ഊന്നിപ്പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോഴുള്ളതായ മിമ്പറിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കവേ ഞാനിപ്പോൾ ഇരിക്കുന്നതായ ഈ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ വെച്ചിട്ട് അദ്ദേഹം മസ്ജിദ് നബവിയിൽ സംസാരിച്ചതായ സന്ദർഭത്തിൽ ഇന്നത്തെ ദിവസത്തിൽ അപ്പോൾ അങ്ങനെയുള്ളതായ ആ പാപങ്ങൾ, തെറ്റുകൾ, ബിദ്അത്തുകൾ ചെയ്തിട്ട് അത് നന്മയാണെന്ന് മനസ്സിലാക്കുന്നതായ വിഭാഗം ശ്രദ്ധിക്കാൻ വേണ്ടി ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല അല്ലദീന ضل സഅയ്ഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുൻആ എന്ന സൂറത്തുൽ കഹ്ഫിലുള്ളതായ ആയത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് മദീന ഇമാം സൂചന നൽകുകയുണ്ടായി. ഒരു വിഭാഗം ധാരാളം അമൽ ചെയ്യുന്നു, പക്ഷെ അവര് അമൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതായ റൂട്ട് തെറ്റിയ റൂട്ടാണ്. അവരുടെ ഇഷ്ടാനുസരണം അവരുടെ പോക്കറ്റിൽ നിന്നിട്ട് അവരുണ്ടാക്കിയ ദീനാണ്. അള്ള പഠിപ്പിച്ച ദീനല്ല, അള്ള പഠിപ്പിച്ച മതമല്ല, റസൂൽ പഠിപ്പിച്ച ദീനല്ല, റസൂൽ പഠിപ്പിച്ചതായ മതമല്ല, ആചാരമല്ല, അനാചാരങ്ങളാണ് അവരുണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ അവരുടെ ലക്ഷ്യം ഇത് ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുകയാണ്, ദീനിന് വേണ്ടി ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചാലും കൽപ്പിച്ചില്ലെങ്കിലും റസൂൽ കൊണ്ടുവന്നതായ മതത്തിൽ ഞങ്ങളുടെ ഇഷ്ടാനുസരണം ഞങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് കാട്ടുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ജന്മദിനാഘോഷവും മരണദിനാഘോഷവും ദുഃഖദിനങ്ങളും ഇതൊക്കെ കൊണ്ടാടുക എന്നത് അത് യഥാർത്ഥത്തിൽ അനിസ്ലാമികത്വമാണ്. അല്ലദീന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല, ചെയ്തതായ അമലിലൂടെ, പ്രവർത്തനത്തിലൂടെ നഷ്ടത്തിലേക്ക് ആഴ്ന്നു പോയവരെ കുറിച്ച് പറഞ്ഞു തരികയാണ്. ആരാണ്? അല്ലദീന ضل സഅയ്ഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ഈ ഭൂമിയിൽ അവര് പരലോകത്തിലേക്ക് എത്തണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം ചെയ്യുന്നത്. ആ ചെയ്യുന്നതായ യത്നങ്ങൾ അള്ളാഹു പറഞ്ഞ റൂട്ടല്ല, അള്ളാഹു പറഞ്ഞ ലൈനല്ല, റസൂൽ പഠിപ്പിച്ച ലൈനല്ല, റസൂൽ പഠിപ്പിച്ച റൂട്ടല്ല, റസൂൽ പഠിപ്പിച്ച സുന്നത്തിലില്ലാത്തതാണ് അവർ ഉപയോഗിച്ചതായ ശൈലി, ജീവിത രീതി. എന്നാൽ സംഭവിക്കുന്നത് എന്താണ്? ضل സഅയ്ഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുൻആ, അവർ തെറ്റിദ്ധരിക്കുകയാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ, ഞങ്ങൾ നന്മ ചെയ്യല്ലേ, ഞങ്ങൾ ധർമ്മം ചെയ്യല്ലേ, ഞങ്ങൾ സദഖ ചെയ്യല്ലേ, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മതം ഓതല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. അതോടൊപ്പം റസൂലുള്ളാഹി പഠിപ്പിച്ച ശൈലിയിലല്ലായിരിക്കും, റസൂലുള്ളാഹി കാണിച്ചു തന്ന ശൈലിയിലല്ലായിരിക്കും, റസൂലുള്ളാഹി വരഞ്ഞതായ ആ ലൈനിൽ കൂടിയല്ലായിരിക്കും. അതുകൊണ്ട് അവർ നഷ്ടത്തിലേക്കും കഷ്ടത്തിലേക്കും അപകടത്തിലേക്കും അതിലൂടെ എത്തിച്ചേരുമെന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂചിപ്പിച്ചതായ ആ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അത് ആ ആയത്ത് നാമും ഇവിടെ സ്മരിക്കേണ്ടതായ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അതേ രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള അപകട ശൈലിയിൽ നിന്നിട്ട് നമ്മുടെ ജീവിതത്തെ ദൂരപ്പെടുത്തുവാനും ഈ പുണ്യ ദിവസങ്ങൾ വരുന്ന സന്ദർഭത്തിൽ പുണ്യ ദിവസങ്ങളിൽ ഇല്ലാത്തതായ അനാചാരങ്ങൾ, അത് ചിലപ്പോൾ ആഘോഷമായിരിക്കാം, ചിലപ്പോൾ ചക്കർച്ചോറ് വിളമ്പലായിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേക ആഡംബരങ്ങൾ ഉണ്ടാക്കി ആഹ്ലാദത്തിൽ കൂടി കൊണ്ടുപോകലായിരിക്കാം. പക്ഷേ അതൊന്നും ഇസ്ലാം വരഞ്ഞ ലൈൻ അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച ശൈലി അല്ലെങ്കിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം മാസം 10 നോമ്പ് പിടിക്കാനാണ് പറഞ്ഞത്, 9 നോമ്പ് പിടിക്കാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് മുഹറം മാസത്തിൽ നിങ്ങൾ തെറ്റ് ചെയ്തു പോകരുത്, പാപങ്ങൾ ഒഴിവാക്കണം, അശ്ലീലങ്ങൾ കാണുന്നത് ഒഴിവാക്കണം, തോന്നിവാസങ്ങൾ കാണുന്നത് ഒഴിവാക്കണം, തോന്നിവാസങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒഴിവാക്കണം. ഇതൊക്കെയാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. പ്രത്യേകിച്ച് അക്രമം, ശരീരത്തെ നിങ്ങൾ ആക്രമിക്കരുത്, അക്രമവും അനീതിയും അത് ദോഷത്തിലൂടെയാണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തന്നെ പറഞ്ഞ ശരിയാണത്. അങ്ങനെയുള്ളതായ ആ കൽപ്പനകളൊക്കെ ധിക്കരിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം ദീനിലില്ലാത്ത ഷിയാക്കൾ കാണിച്ചതുപോലെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുക, അല്ലാഹു അല്ലാത്തവരെ അല്ലാഹുവിനോട് തുല്യപ്പെടുത്തുക, അല്ലാഹു മാത്രം ചെയ്യുമെന്ന് ഏറ്റെടുത്തതായ ബാധ്യതകൾ ഇവരും ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഔലിയാക്കന്മാരോടും സാലിഹ്യങ്ങളോടും വിളിച്ച് പ്രാർത്ഥിച്ച് അവരെ ഉപദേവങ്ങളാക്കി മാറ്റി അവർ തൊള്ളകൊണ്ട് പറയുന്നില്ലെങ്കിലും അവരെ അള്ളാഹുവിന്റെ അവരോട് സമന്മാരാക്കി, അള്ളാഹുവിനോട് തുല്യതയുള്ളവരാക്കി മാറ്റിയിട്ട് അള്ളാഹിനോട് ചോദിക്കേണ്ടത് അവരോട് ചോദിച്ച്, അള്ളാഹുവിന് നേർച്ചയാക്കേണ്ടത് അവർക്ക് നേർച്ചയാക്കി, അള്ളാഹുവിന് ചെയ്യേണ്ടത് അവർക്ക് ചെയ്ത് അങ്ങനെ ശിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിന് പകരം അള്ളാഹുവിന്റെ ദേഷ്യവും കോപവും ഇറങ്ങുന്നവരായി മാറാൻ പരിശ്രമിക്കുന്ന രൂപത്തിലുള്ളതായ പരിശ്രമം അത് ഒഴിവാക്കണം അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച മാസങ്ങളിൽ. എന്നിട്ട് യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ രീതി എന്താണ് എന്നത് ഖുർആനിലൂടെ സുന്നത്തിലൂടെ പഠിച്ചിട്ട് അത് ചെയ്യണം, എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നതാണ്. എന്നല്ലാതെ ദുഃഖ ദിവസമോ ദുഃഖ വർഷമോ ആചരിക്കുക എന്നത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. ഇസ്ലാം
ഇസ്ലാം പഠിപ്പിക്കാത്തതാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ വാക്ക് ഇവിടെ പറയുകയുണ്ടായി. മദീന ഇമാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ ആദം അലൈഹിസ്സലാമിനെ കുറിച്ച് റബ്ബനാ ളലംനാ അൻഫുസനാ എന്ന ആ പ്രാർത്ഥനയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വല്ലാ തഗ്ഫിർ ലി വതർഹംനി അകും മിനൽ ഖാസിരീൻ, എനിക്ക് നീ പുറത്തു തരണം റബ്ബേ, ഇല്ലെങ്കിൽ ഞാൻ നഷ്ടത്തിൽ പെട്ടുപോകും എന്നാണ് നൂഹ് നബി പറഞ്ഞത്. അതുപോലെ തന്നെ മൂസ നബി അലൈഹി ഇസ്ലാം റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി, ഞാൻ ധാരാളം തെറ്റ് ചെയ്തു പോയി റബ്ബേ, എനിക്ക് നീ പുറത്തു തരണം റബ്ബേ എന്ന് പ്രാർത്ഥിച്ചതായിരുന്നു. മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നതായ ആ പശ്ചാത്താപത്തിന്റെ പദമായിരുന്നു ആ മഹാനായ യൂനുസ് അലൈഹി ഇസ്ലാമിന് കടലിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ ചാൻസ് കിട്ടിയത് ആ ദിക്റുള്ളയിലൂടെ. അങ്ങനെയുള്ള ദിക്റുള്ളകളും അള്ളാഹുവിനെ സ്മരിക്കലും അതോടൊപ്പം അള്ളാഹുവിനോട് മാഫിന് അപേക്ഷിക്കലും ഇതൊക്കെയാണ് നമ്മുടെ നേതാക്കൾ കാട്ടിയത്. അതാണ് നാമും കാട്ടേണ്ടത് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കീഴിലുള്ളതായ ഭരണാധിപന്മാരോട് അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ളതായ ഭരണീയരോട് കൽപ്പിച്ചതായ കൽപ്പനയെക്കുറിച്ചും മദീന ഇമാം ഉണർത്തുകയുണ്ടായി. നമ്മുടെ ടൈം അവസാനിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുവാനും ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ വആഖറൂന അതറഫു ബിദുനൂബിഹിം ഖലതു അമലൻ സാലിഹൻ വആഖറ സയ്യൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ജീവിക്കുന്നവരിൽ എല്ലാവരും മനുഷ്യന്മാരായതുകൊണ്ട് എല്ലാവരും തെറ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തെറ്റുകൾക്ക് മിക്സ് ചെയ്തുകൊണ്ട് നന്മകൾ ധാരാളം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന വിഭാഗം അവരുടെ കൂട്ടത്തിലുണ്ട്. അവരിൽ നിന്നിട്ട് ആ നന്മ ചെയ്യുന്നവരിൽ നിന്നിട്ട് അള്ളാഹുനോട് പാശ്ചാത്തപിച്ച് അള്ളാഹുനോട് കേണപ്പയിച്ചിട്ട് കുറ്റം സമ്മതിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുന്നവരാരുണ്ടോ അവർക്കാണ് രക്ഷ, അവർക്കാണ് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നിട്ട് മോചിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ളതായ ആ പ്രത്യേകത ഈ ദിവസങ്ങളിലൂടെ ഈ മാസങ്ങളിലൂടെ അള്ളാഹിന്റെ ചിഹ്നങ്ങളിലൂടെ നേടിയെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.